വളരെ സംതൃപ്തി ആളുകൾ തീർത്ഥാടകർ പ്രകടിപ്പിക്കുന്ന ഒരു കാലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പോലും പറഞ്ഞത്. അത്തരം കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം 87,000 പേര് പോലും വന്ന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ അത്രയും പേര് വന്നെങ്കിൽ തന്നെയും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അതിൽ ഏറ്റവും പ്രധാന ഘടകമായി നിന്നത് ദർശന സമയം കൂട്ടി എന്നുള്ളത് തന്നെയാണ്. ദർശന സമയം കൂട്ടിയതിന്റെ ഫലമായി 87,000 പേര് വന്നപ്പോൾ പോലും ഇത്തരത്തിൽ വലിയ തിരക്കുണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. ആ ആത്മവിശ്വാസം തന്നെയാണ് ദേവസ്വം ബോർഡ് ഇനി വെർച്വൽ ക്യൂ ബുക്കിംഗ് കൂട്ടുന്നില്ല, 70,000 തന്നെ നിൽക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പൊ ഉടനെ ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ഇനി എത്ര അയ്യപ്പന്മാർ ഇങ്ങോട്ട് വന്നാലും അവർക്ക് ദർശന സൗകര്യം ഉറപ്പാക്കും എന്നുള്ള ഉറപ്പും അത് സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഉറപ്പാക്കുമെന്ന് പറയുന്നുമുണ്ട്. ഏതാണ്ട് 4 ദിവസമായി 4 ദിവസമായി 70,000-നകത്ത് മാത്രം തീർത്ഥാടകരാണ് വരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 4:30 ആകുന്നു. അപ്പോൾ 55,000 തീർത്ഥാടകർ നിലവിൽ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെ പോലീസിന്റെ ഫോട്ടോ എടുക്കൽ വിവാദം പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും രാഹുലിനോട് അല്ലാതെ പ്രതികരിക്കുണ്ടായോ? സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കൽ രീതി പതിവുമില്ല, താഴെ നിന്നാണ് ഫോട്ടോ എടുക്കാറ്. ഇതിപ്പോൾ പറ്റിപ്പോവുകയും ചെയ്തു. എന്താണ് റിപ്പോർട്ട് തേടുന്നത്? തീർച്ചയായും അത് ADGP ഗൗരവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ 18-ാം പടിയിൽ നമ്മൾ ഈ കാണുന്ന ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആദ്യ ബാച്ച് പോലീസുകാർ അവർ ജോലി അവസാനിപ്പിച്ച് പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു ഫോട്ടോ എടുത്തപ്പോൾ 18-ാം പടി മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് അവർ ഫോട്ടോ എടുത്തത്. അത് 1 മണിക്കായിരുന്നു, ഉച്ചയ്ക്ക് നടയടച്ചതിന് ശേഷമായിരുന്നു ഫോട്ടോ എടുത്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് 2 രീതിയിലാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഒന്ന് ശബരിമല സ്പെഷ്യൽ ഓഫീസർ KE ബൈജു IPS അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തരുന്നുണ്ട്. ഒപ്പം DIG കേരള ആംഡ് ഫോഴ്സിന് DIG-യുടെയും റിപ്പോർട്ട് തരുന്നുണ്ട്. ഇവിടെ ശബരിമലയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ജോലിയുടെ ഭാഗമായി അവരവിടെ നിൽക്കുന്നതാണ്. അവരുടെ ഏക ദൗത്യം ആദ്യം കാണുന്ന ഏത്തിവിടയ്യ എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്ന കൈകൾ പോലീസ് അയ്യപ്പന്മാരുടെ കൈകളാണ്. ആ കൈകളിലേക്കാണ് ഇവർ പിടിച്ചു കയറുന്നത്. എന്തായാലും ആ ജോലിയുടെ ഭാഗമായി ഇവർ പോകുന്നുണ്ട്. ഇത് ഇത്തരത്തിലൊരു ആചാര ലംഘനം എന്നുള്ള വലിയ ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് വരുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ അത്തരത്തിലൊരു ഫോട്ടോ എടുത്ത് മടങ്ങുകയായിരുന്നു. ഇതിനകത്തൊരു ഈ പ്രകടനപരത തന്നെയാണ് ചർച്ചയാകുന്നത്. കാരണം ഇത്തരത്തിലൊരു ഫോട്ടോ എടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ തീരുമാനിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരമാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അല്ല, അതാണ് രാഹുൽ ഇന്നിപ്പോ കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. സന്നിധാനത്തും ഒക്കെയുള്ള ഈ മൊബൈൽ ഫോണിന്റെയൊക്കെ നിയന്ത്രണം കർശനമായി തന്നെ ഉപയോഗം നിയന്ത്രിക്കണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ രാഹുലിന്റെ ലൈവിൽ തന്നെ ഒരു സ്വാമി ഫോണുമായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു പലരും ഇത് ഞാൻ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നത് ഫേസ്ബുക്കിലൂടെയൊക്കെ ലൈവായിട്ട് പോലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു നിയന്ത്രണം അനിവാര്യമായി മാറുന്നുണ്ടല്ലേ, പ്രത്യേകിച്ച് ഈ തിരക്കേറിയ സമയത്ത്? തീർച്ചയായും കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ കർശന നിർദ്ദേശവും ഇത്തരത്തിൽ ഫോണുകൾ പുറത്തെടുക്കുന്നവരോട് കർശനമായി പോലീസിന് നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു, ഫോൺ എടുക്കരുത്, ഇവിടെ ഫോട്ടോ എടുക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ കുറച്ചധികം ദിവസങ്ങളിൽ ആ ഒരു വലിയ കർശനമായ ഒരു നിബന്ധന ആരോടും പറയുന്നില്ലായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ ഫോണുകളുണ്ട്. കാരണം ഈ കഠിനവൃദ്ധവും കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അവർ എത്തുന്ന ഘട്ടമാണ്. അത്രമാത്രം ഭക്തി നിർഭരമായൊരു സമയത്ത് ഇത് ഓർമ്മയിലേക്ക് സൂക്ഷിക്കാമെന്ന് കരുതിയായിരിക്കും എടുക്കുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ, വർഷങ്ങളായി എത്തുന്നവർക്ക് അറിയാം, ഇത് ഈ താഴെ തിരുമുറ്റമായാലും സോപാനമായാലും അത് കർശനമായ ഫോണിന് നിയന്ത്രണമുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും കോടതി നിർദ്ദേശിച്ചതുപോലെ ഗൗരവത്തിൽ തന്നെ ഇവരും ഇത് കാണുന്നുണ്ട്. എന്തായാലും അമ്മമാരുണ്ട്. അമ്മേ, എത്ര സമയം എടുത്തു ഇങ്ങി വരാൻ? പമ്പയിൽ നിന്ന് വരെ 1 മണിക്കൂർ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടത്തിൽ കുറച്ചുണ്ടായിരുന്നു യാത്ര. യാത്രയൊക്കെ സുഖമായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാവിലെ നിറ കഴിഞ്ഞ് കടപ്പാട്ടൂർ തങ്ങി ഇന്ന് ഇവിടേക്ക് കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് നടന്നു. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തി. എല്ലാം കുഴപ്പമില്ല, നല്ല സന്തോഷത്തോടുകൂടി ഞങ്ങള് കയറാൻ പോവുകയാണ്. മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു നടന്നത്? ക്ഷീണിച്ചോ? ക്ഷീണിച്ചു? நல்லா இருக்கா? எப்படி இருந்தது മലകയറ്റം? അത് തന്നെയാണ്, നന്നായിരുന്നു, നല്ല ഇറക്കെ. ഇത്രയും 1 മണിക്കൂറോളം നടന്നു വന്നെങ്കിൽ പോലും ഒടുവിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തന്നെയാണ്. അവിടെ അവർ ഈ പറയുന്ന കാര്യങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടി ഓർക്കണം. ഉത്തരവാദിത്തോടെ ഭക്തി നിർഭരമായി അവരുടെ തീർത്ഥാടനം പൂർത്തിയാക്കേണ്ടത് ചുമതലയാണ്. ഇത് അവർ 18-ാം പടിയുടെ താഴേക്ക് 3 മണിക്കൂർ കൊണ്ട് പമ്പയിൽ നിന്ന് എത്താൻ കഴിയുന്നത് തന്നെ തിരക്കുണ്ടെങ്കിൽ പോലും സുഗമമായി തന്നെ തീർത്ഥാടകരുടെ യാത്ര മുന്നോട്ട് പോകുന്നതിന്റെ ഉദാഹരണമാണ്. എന്തായാലും ഭക്തരെല്ലാവരും തൃപ്തരാണ്. നമുക്ക് അവരുടെ വർത്തമാനത്തിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ